ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂൺ 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ചോദിക്കുന്ന ക്വിസ് മത്സരത്തിലെ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 5-ാമത്തെ ക്വിസിൻ്റെ വീഡിയോ ആണിത്. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഇതിനു മുമ്പത്തെ 4 വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കൂടി ഒന്ന് കാണുക. അതിലും ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF-കളായി ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുന്നതാണ്. മറ്റെല്ലാ വീഡിയോസിലെ പോലെ തന്നെയും ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനും അതിൻ്റെ വിന്നർ ആരാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ഇതിൻ്റെ ഉത്തരം പെരിയാർ വന്യജീവി സങ്കേതമാണ്. അതായത് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന 8 പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? നമ്മുടെ കൊല്ലം ജില്ലയിലെ തെന്മല എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി. രണ്ടാമത്തെ ചോദ്യം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം ഏതാണ്? അതായത് ആ പുസ്തകത്തിൻ്റെ പേരെന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ആ പുസ്തകത്തിൻ്റെ പേരാണ് റെഡ് ഡാറ്റ ബുക്ക്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം ഏതാണ്? എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം. നാലാമത്തെ ചോദ്യം കുറച്ച് ടഫായ ചോദ്യമാണ്. ചിൽക്ക തടാകത്തിൽ ചെമ്മീൻ കൃഷിക്കെതിരെ 1992-ൽ ചിൽക്ക പ്രസ്ഥാനം രൂപം കൊണ്ടത് എവിടെയാണ്? ഹിസ്റ്ററിയിൽ നിന്നുമുള്ള എൻവിറോൺമെൻറ്റൽ ഡേയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം ഒഡീഷയാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ചമോലി എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിപ്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ വനം സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഗവൺമെൻറ്റിൻ്റേതായ ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനം ആരംഭിച്ചത് ചമോലി എന്ന് പറയുന്ന ഒരു ജില്ലയിലാണ്. അത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ഉത്തരാഖണ്ഡിലെ ചമോലി എന്ന് പറയുന്ന ജില്ലയിലാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഉത്തരാഖണ്ഡ്. ആറാമത്തെ ചോദ്യം ഇതാണ്: വൃക്ഷങ്ങൾ, സസ്യലതാദികൾ എന്നിവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്? ലോബയാൻ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ വൃക്ഷങ്ങളും സസ്യലതാദികളും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഇന്ത്യയിൽ ആരംഭിച്ച പരിസ്ഥിതി പ്രസ്ഥാനം. ഏഴാമത്തെ ചോദ്യം: പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ ഏതാണ്? ഹ്യൂമൻ ഇക്കോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് പരിസ്ഥിതിയെയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. എട്ടാമത്തെ ചോദ്യം: വന്യജീവി സംരക്ഷണത്തിനു വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി ആരാണ്? എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അശോക ചക്രവർത്തി. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൗൺ ഏതാണ്?
പാനിപ്പത്ത് എന്ന് പറയുന്ന ടൗണാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൗൺ. അതായത് 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാനിപ്പത്ത്. 10ാമത്തെ ചോദ്യം ഇതാണ്: ലോക പരിസര ദിനം എന്നാണ്? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്ടോബർ 7-ാം തീയതി. അതായത് ഒക്ടോബർ 7-ാം തീയതിയാണ് ലോക പരിസര ദിനം. 11ാമത്തെ ചോദ്യം: ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു പുരസ്കാരമാണ് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്നത്. 12ാമത്തെ ചോദ്യം: കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം രൂപം കൊണ്ട വർഷം ഏതാണ്? ആയിരത്തി 1985 കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം രൂപം കൊണ്ടത്. 13ാമത്തെ ചോദ്യം ഇതാണ്: പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏതാണ്? അതായത് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൻ്റെ പേരെന്താണ്? രാജസ്ഥാൻ സംസ്ഥാനത്തിലെ പിപ്പലാന്ത്രി എന്ന് പറയുന്ന സ്ഥലത്താണ് പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ആഘോഷിക്കുന്നത്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കറുടെ നേതൃത്വത്തിൽ 1989 രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് മേധാ പട്കർ 1989 ആരംഭിച്ചത്. അപ്പോൾ നമുക്കിനി നേരെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ ഇതുവരെ 14 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. 15ാമത്തെ ചോദ്യമായ ബോണസ് ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോസിലെല്ലാം പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF ഫോർമാറ്റിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഉടൻ തന്നെ PDF ലഭിച്ചില്ലെങ്കിൽ അഡ്മിന് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അഡ്മിൻ നിങ്ങൾക്ക് PDF അയച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോസിൻ്റെ എല്ലാം PDF നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം കമൻറ്റ് ചെയ്യുക. വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യമായ ബോണസ് ചോദ്യം ഇതാണ്: പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? അതായത് കുറേ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് ഏത് പരിസ്ഥിതി പ്രസ്ഥാനമാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ സൗണ്ടിൻ്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും ഒരു കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ശരിയാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.